കഴിഞ്ഞ ദിവസം രാത്രി ഇറാനിയൻ സമയപ്രകാരം ഇന്ന് ഏതാണ്ട് ഒരു 7-8 മണിക്കൂർ മുൻപ് ഇറാൻ നടത്തിയ വളരെ തന്ത്രപരമായ ഒരു ഓപ്പറേഷൻ ട്രാപ്പിൽ 200ഓളം ഇസ്രായേലി സൈനികരെ തങ്ങൾ തടവുകാരാക്കിയെന്നും അവർ ജീവനോടെ തങ്ങളുടെ കൈവശമുണ്ട് എന്നും അവരുടെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് ഇറാൻ പുതിയ ഒരു വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഇതിനെ നിഷേധിക്കുന്നുണ്ട്. ഇസ്രായേൽ പറയുന്നത് തങ്ങളുടെ സൈന്യവുമായി ബന്ധപ്പെട്ടവരെ അല്ല കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നതെങ്കിലും സൈനികർ എന്ന പദത്തിനപ്പുറം കഴിഞ്ഞ കുറേ നാളുകളായി മൊസദിൻ്റെ ഏജൻറ്റുമാരായി കൃത്യമായ ആയുധങ്ങൾ ഉൾപ്പെടെ തന്ത്രപരമായ ഒരുപാട് ഓപ്പറേഷൻസിന് നേതൃത്വം നൽകിയ 200ഓളം പേരാണ് ഈ ഇറാൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒറ്റ ദിവസത്തെ ഓപ്പറേഷനിലൂടെ കഴിഞ്ഞ ഒരു മാസമായി ട്രേസ് ചെയ്തവരാണ് കസ്റ്റഡിയിലായതെന്നാണ് ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ജീവനോടെയാണ് അവരുള്ളത്. ജീവനോടെ ഇറാൻ്റെ കസ്റ്റഡിയിൽ അങ്ങനെ 200ഓളം സൈനികരോ അതുമായി ബന്ധപ്പെട്ട ചാരപ്രവൃത്തി ചെയ്യാനെത്തിയവരോ കുടുങ്ങുന്നത് ഒരു വളരെ ഗൗരവവും കനത്ത തിരിച്ചടിയുമാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി 2 മണിക്കൂറോളമാണ് ട്രംപുമായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തത്. ഒരുപാട് കെടുതികൾ, വെല്ലുവിളികൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമിസുമായി ബന്ധപ്പെട്ടും ഡീലുമായി ബന്ധപ്പെട്ടുമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ 200 പേർ തങ്ങളുടെ കസ്റ്റഡിയിലായതെന്നും ആ 200 പേരായിരിക്കും ഇനി ഈ വിഷയങ്ങളുടെ ബാർഗെയിനിങ് പോയിൻ്റായി മാറുക എന്നുമാണ് ഇപ്പോൾ ഏറ്റവും അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന വിഷയം. സ്വന്തം സൈന്യത്തിലെ ആളുകൾ ജീവനോടെ കസ്റ്റഡിയിലാവുക എന്ന് പറയുന്നത് അങ്ങനെ സഹിക്കാൻ കഴിയുന്നതല്ല ഇസ്രയേലിന്. അവരേത് വില കൊടുത്തും എന്ത് ഓപ്പറേഷനിലൂടെയും മോചിപ്പിച്ചില്ലെങ്കിൽ അതവിടെ വലിയ വെല്ലുവിളിയാണ്. ഫലസ്തീൻ ഹമാസുമായുള്ള പോരാട്ടത്തിൽ ഏറ്റവും ഗൗരവമായി മാറിയത് ആ കസ്റ്റഡിയിലായ ബന്ദികളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്പറേഷനാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. മൊസദിൻ്റെ സീനിയറായ ഏജൻറ്റുമാരാണെന്നും അവരിൽ നിന്ന് ആയുധമടക്കം പിടിച്ചെടുത്തിട്ടുണ്ടെന്നുമാണ് ഇറാൻ്റെ വാദം. ഏതായാലും അങ്ങനെ ഒരു ഓപ്പറേഷൻ ഇറാൻ നടത്തുമെന്നത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അമേരിക്കയ്ക്കും ഇസ്രയേലിനും. എന്നാൽ അവരത് സാധ്യമാക്കി എന്ന നിലയിൽ വളരെ സന്തോഷപൂർവ്വമാണ് ആ വാർത്തകൾ ഇറാനിയൻ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇസ്രയേലാകട്ടെ അത് നിഷേധിക്കുന്നുണ്ട്. അത് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരല്ലെന്നും ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമില്ലെന്നും ഒക്കെ പറയുമ്പോഴും അവരുടെ മോചനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന ഗൗരവമായ ആലോചനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു ആക്രമണം അസാധ്യമാണ്. ആ ആക്രമണത്തിൻ്റെ പ്രത്യാഘാതം ഇവരെ അടക്കം ബാധിക്കുമെന്നുള്ളത് അതിനേക്കാൾ ഗൗരവമാണ്. പിന്നെ മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യങ്ങളും ഇനി അത്തരം ഒരു ആക്രമണത്തെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കാനുള്ള സാധ്യതയുമില്ല എന്നതാണ് അതിനേക്കാൾ ഗൗരവമായൊരു കാര്യം. അങ്ങനെ ഊരാക്കുടുക്കിലാണ് ഈ 200 പേരുടെ തലചെന്ന് പെട്ടിരിക്കുന്നത്. അവർ മാത്രമല്ല 2 രാജ്യങ്ങളും അവരെ പിന്തുണയ്ക്കുന്നവരും.